സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. വിജിൻ, നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കോർ കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരു ആൾ കോർ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഒരു സൂചന ലഭിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര്. നേരത്തെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ ഒരു പിന്തുണ രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അത് സത്യമായി വരുന്നു. ജനാധിപത്യ രീതിയിൽ എന്ന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ്. കെ സുരേന്ദ്രനെ, എം ടി രമേശിനെ, വി മുരളീധരനെ കടും വെട്ടുവെട്ടി. വിനിഷ, തീർച്ചയായും അതുതന്നെയാണ്. സംസ്ഥാന BJPയിൽ ഏത് തരത്തിലുള്ള അനുകരണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ പ്രസിഡന്റ് ആകും എന്നുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പ് കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവദേക്കറാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഈ കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. അതിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകണം എന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുകയായിരുന്നു. എന്തായാലും നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിനുള്ള ചരടുവലികൾ നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നേതാക്കളെ തൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ നേടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും നിലവിൽ ഈ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തുകയും ചെയ്തു. അതിനിടെയാണ് മുതിർന്ന നേതാക്കളെ ഒപ്പം തന്നെ ഇത്രയും കാലം പാർട്ടിയെ നയിച്ച് പാർട്ടിക്ക് വോട്ട് വിഹിതത്തിൽ ഉൾപ്പെടെ വലിയ വർധനവുണ്ടായി കൊടുക്കുകയും ഒരു പാർലമെന്റ് അംഗത്തെ സംഭാവന ചെയ്യുന്ന നിലയിലേക്ക് പോലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കൂടി മാറ്റിക്കൊണ്ട് മറ്റ് മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ എം ടി രമേശ്, മറ്റ് നേതാക്കൾ, RSSന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക മാത്രം ചെയ്ത രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള വിവരങ്ങളാണ് നിലവിൽ കോർ കമ്മിറ്റി യോഗത്തിൽ വരുന്നത്. എന്തായാലും 2 മണിക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ നൽകുക. വലിയ തരത്തിൽ ഉള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പണം മുടക്കി വലിയ തരത്തിലുള്ള പ്രചാരണവും ഒപ്പം തന്നെ തൻ്റെ ഒപ്പം ആളുകളെ കൂട്ടാനുള്ള നീക്കവും ഒപ്പം തന്നെ NGO സംഘടനകൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ടുള്ള നീക്കവും ഒക്കെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടം മുതൽ അത്തരത്തിലുള്ള നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിലുള്ള സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. വിനിഷ, വിജിൻ, ഈ സംഘപരിവാർ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഒന്നും BJPയിലേക്ക് എത്തിയ ആളല്ല ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ സ്വാധീനം, വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം BJPയിൽ ഉയർന്നു വന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വേരോടിക്കാൻ അല്ലെങ്കിൽ കേരളം പിടിച്ചടക്കാനുള്ള സംഘപരിവാർ അജണ്ടകൾ ഏതെങ്കിലും വിധേന നടപ്പാക്കിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തിട്ടൂരം നൽകുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിക്കും. എന്ത് ഇമ്പാക്റ്റ് ആണ് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ BJPയിൽ ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് BJP കേന്ദ്ര നേതൃത്വം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും വിനിഷ, അതുതന്നെയാണ് ഇക്കാര്യത്തിൽ BJP പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളുടെയും ഒക്കെ ചോദ്യം അതുതന്നെയാണ്. RSS തലം മുതൽ വളർന്നു വന്ന നേതാക്കളെ, ഇത്രയും കാലം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ നയിച്ച നേതാക്കളെ, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം എല്ലാ ഘട്ടത്തിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കളെ, മുതിർന്ന നേതാക്കളെ ഒക്കെ തഴഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം എന്തിന് എന്നുള്ള ചോദ്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ ചോദിക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയ സമയത്ത് പോലും രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിസമ്പന്നൻ എന്ന പേര് നിലവിൽ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ഒപ്പം തന്നെ ഈ ദേശീയ നേതൃത്വത്തിലുള്ള സ്വാധീനം ആ സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് രാജ്യസഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് MP ആവുകയും പിന്നീട് കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയൊരു നേതാവിനെ കെട്ടിയിറക്കി സംസ്ഥാനത്തെ BJP രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കാനാണ് കഴിയുക എന്ന ചോദ്യമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രസിഡന്റാകും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി എത്തിയ പ്രകാശ് ജാവദേക്കർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അത് അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴി ഈ കോർ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. എന്തായാലും നാളത്തെ കൗൺസിൽ യോഗമാണ് ഇതിൽ പ്രഖ്യാപനം നടത്തുക. ഇന്ന് 2 മണിയോടുകൂടിയായിരിക്കും നോമിനേഷൻ സമർപ്പിക്കുക. സൂക്ഷ്മ പരിശോധന 4 മണിക്ക് നടത്തുകയും ചെയ്യും. എന്തായാലും ഈ ചോദ്യങ്ങൾ പലതാണ് ഇനി ഉയരാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ കേരളവുമായി അത്ര അടുപ്പമൊന്നുമില്ലാത്ത
ഒരാളെ ഇങ്ങോട്ട് എത്തിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ച് എന്ത് മെസ്സേജാണ് നിലവിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര നേതൃത്വം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പാർട്ടി അണികളും പ്രവർത്തകരും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും BJP-യിലെ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഒക്കെ പൊളിച്ചെടുക്കാനുള്ള ഒരു നീക്കമായി തന്നെ വേണം ഒരുപക്ഷെ ഈ നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിലൂടെ ദേശീയ നേതൃത്വം അത്തരത്തിലുള്ളൊരു ഇടപെടലാണ് നടത്തിയത് എന്ന് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP സംസ്ഥാന നേതൃത്വത്തിലെ വലിയ തരത്തിലുള്ള വിഭാഗീയത അത് പരസ്യമായൊക്കെ പ്രകടമാകുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. പല നേതാക്കളും പല വഴിക്ക് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. കെ സുരേന്ദ്രൻ തന്നെ വി മുരളീധരന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പിന്നീട് ഏറ്റവും അവസാന കാലത്ത് എത്തിയപ്പോൾ കെ സുരേന്ദ്രൻ വി മുരളീധരനുമായി തെറ്റി മറ്റൊരു ഗ്രൂപ്പായി മാറുന്ന കാഴ്ചയൊക്കെ BJP-യിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മറുഭാഗത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒപ്പം തന്നെ MT രമേശ്, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഒക്കെ പടലപ്പിണക്കത്തിൽ ആയിരുന്നു കുറേ കാലമായി ഉണ്ടായിരുന്നത് എന്നത് BJP-ക്ക് മറ്റ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുമ്പോഴും കേരളത്തിൽ BJP-ക്ക് കടന്നു കയറാൻ കഴിയാത്തതിന് കാരണം അതുതന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് ദേശീയ നേതൃത്വം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കുറേ കാലമായി ഉണ്ടായിരുന്നത് എന്നത് BJP-ക്ക് മറ്റ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുമ്പോഴും കേരളത്തിൽ BJP-ക്ക് കടന്നു കയറാൻ കഴിയാത്തതിന് കാരണം അതുതന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് ദേശീയ നേതൃത്വം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ നേതൃത്വ നിരയിൽ ഒന്നും ഇല്ലാത്ത സുരേഷ് ഗോപി പെട്ടെന്ന് മത്സരിച്ച് തൃശ്ശൂരിൽ വിജയം നേടുന്ന കാഴ്ചയൊക്കെ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ RSS നിന്നോ ഒപ്പം തന്നെ BJP-യുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാവിനെയോ അല്ല ആവശ്യം. ഇത്തരത്തിൽ കെട്ടിയിറക്കുന്ന ഒരാളെയാണ് ഈ ഒരു പൊതു സമ്മതനായ ഒരാളെ ഇറക്കുന്നതാണ് നല്ലത് എന്ന ഒരു നിലപാടിലേക്ക് ദേശീയ നേതൃത്വം എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന കേരളത്തിനോട് അധികം ബന്ധമില്ലാത്ത കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം എത്തിയ ഒരു അദ്ദേഹത്തെ തന്നെ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിലേക്ക് BJP ദേശീയ നേതൃത്വം എത്തിയിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഈ നേതാക്കൾക്ക് അതായത് നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതാണ്, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വൻ തിരിച്ചടിയാവും. കാരണം പാർട്ടിയെ പൂർണ്ണമായും കയ്യിൽ ആക്കാൻ ഉള്ള നീക്കം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയതാണ്. വി മുരളീധരൻ ദേശീയ നേതാവായി ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആയി ദേശീയ നേതൃത്വത്തിലേക്ക് പോകുകയും ഇത്രയും കാലം 5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനത്ത് നയിച്ച സുരേന്ദ്രന്റെ അവസ്ഥ ഇനി എന്ത് എന്നുള്ളതും ഒക്കെ കാണേണ്ടതാണ്. ദേശീയ നേതൃത്വം ഇവരുടെയൊക്കെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ BJP-ക്ക് എത്തിയിരിക്കുന്നു. BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന BJP പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് നിലവിൽ പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇന്നലെ വരെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ആരാകും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ദേശീയ നേതൃത്വം ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. നിലവിൽ ദേശീയ നേതൃത്വം മാസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് വരെ ഇന്ന് രാവിലെയോളം ആർക്കും തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വരും എന്ന കാര്യം അറിയുകയില്ലായിരുന്നു. ഒപ്പം ഇന്ന് രാവിലെ കോർ കമ്മിറ്റി യോഗത്തിനെത്തിയപ്പോഴും ആരും അത്തരത്തിൽ ഉള്ള ഒരു വിവരവും ലഭ്യമാവുകയും ചെയ്തില്ല. വി മുരളീധരൻ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തിപരമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് താൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് മാത്രമേ ജോർദാനിലേക്ക് പോകൂ എന്നുള്ളതാണ്. തമാശ രൂപത്തിലാണ് അത് പറഞ്ഞതെങ്കിലും എന്തായാലും നിലവിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയും ആ നേതാക്കൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ മുതിർന്ന നേതാക്കൾ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ കോർ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് പോലും ഈ വിവരം വ്യക്തമാകുന്നത്. വിനിഷ.